നമ്മൾ പത്രസമ്മേളനത്തിലൊക്കെ കണ്ടിരിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി പോപ്പീസ് എന്ന നെയിം പറഞ്ഞുകൊണ്ട് എപ്രിഷ്യേറ്റ് ചെയ്യുന്നു സാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഫോർ ദ സൊസൈറ്റി. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? അന്നറിയാലോ, കോവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാൻഡമിക്, എല്ലാം അടച്ചിട്ട്, ഞങ്ങളുടെ ഫാക്ടറിയുണ്ട് എല്ലാവരും അടച്ചിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഈ നമ്മൾ അന്ന സമയത്ത് എല്ലാവരും പേടിച്ച് പ്രസ് കോൺഫറൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജേർണലിസ്റ്റ് കൂടിയാണ്, അപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധയോടിരിക്കാം. ഈ സമയത്താണ് ഓരോ ദിവസം പുള്ളി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് 4ാമത്തെ ദിവസം എനിക്ക് ഓർമ്മ വരുന്നത്. പുള്ളി പറയുന്നു കുട്ടികൾക്കുള്ള ഇങ്ങനെ ഡ്രസ്സ് കിട്ടാനില്ല, അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സപ്ലൈസ് ഉണ്ടെങ്കിൽ, അപ്പോൾ പുള്ളി പറയും ഇങ്ങനെ കേരളത്തിൽ ആരും മാനുഫാക്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിലാണ് തുറന്നിരിക്കുന്നത്, അവിടെയെങ്കിലും എത്തിക്കുക. കാരണം ജനിക്കുന്ന കുട്ടികൾ, ഞങ്ങളുടെ കുട്ടികളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെയൊക്കെ കാരണം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഷോപ്പൊക്കെ ഉണ്ട്, അല്ലാതെ ഇൻഹൗസ് ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഒരു സാധാരണക്കാരൻ്റെ പാവപ്പെട്ട ആളുകളായിരിക്കും. നമുക്കാണെങ്കിൽ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്തൊക്കെ, കാരണം വീട്ടിലേക്കാണെങ്കിലോ വീട്ടിലെ കുഞ്ഞുങ്ങളിരിക്കുന്നത്, അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം കുഞ്ഞ് ജനിക്കാൻ പോവാം, അപ്പോൾ അവർക്ക് ഡ്രസ്സില്ല. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ഫാക്ടറിയിൽ നമ്മുടെ എന്താ പറയുക വെയർ ഹൗസിലാണെങ്കിൽ എനിക്ക് ഒരു ഓണത്തിൻ്റെയോ റംസാൻ്റെയോ സമയമാണ്, ഒത്തിരി സ്റ്റോക്ക് ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഞാനപ്പം ഒരു മെയിൽ അയച്ചു, ഞാനത് മറുപടി വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു മെയിൽ അയച്ച് അന്ന് വൈകിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പറയുന്നത് പോപ്പീസ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യം, ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഇത് ഞാനൊരു പരസ്യമോ പബ്ലിസിറ്റിയോ പുള്ളി വന്ന് ആ സമയം വരെ എനിക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകളൊക്കെ പുള്ളി ബ്രാൻഡിൻ്റെ ഒക്കെ പേര് പറഞ്ഞു തുടങ്ങിയത്.